ഇവിടുത്തെ തണുപ്പ് ഇങ്ങനെ പറന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം 7 മണിയായി, 7 ഡിഗ്രിയാണ്. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ചെറുതായിട്ട് തണുപ്പടിച്ച് കൈവേദനയൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. അങ്കുവിന് അങ്ങനെ ഓൺലൈനൊക്കെ കഴിഞ്ഞ് ഓഫ്ലൈൻ ക്ലാസ് ആയി. പുറത്തിറങ്ങിയോ? എക്സാം ഉണ്ട്. അങ്ങനെ അങ്കുദേ കുറേ നാളത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം തിരിച്ച് സ്കൂളിലോട്ട് പോവുക. ഈ തണുപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പെടാപ്പാട് തന്നെയാണേ. ഇന്ന് ഫോഗും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലിയറാണ്. പക്ഷേ തണുപ്പ് കൂടിയിട്ടുണ്ട്. നമ്മുടെ ടൈഗർ ബൈയുടെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. പുള്ളിക്ക് തണുപ്പ് എന്ത് ചൂട്. ആള് രാവിലെ എത്തും. വണ്ടി വന്നു. അങ്കുവിന് പീരിയോഡിക് ടെസ്റ്റ് എക്സാം തുടങ്ങി കേട്ടോ. ഓൺലൈനിൽ ഒരെണ്ണം കഴിഞ്ഞു, ബാക്കിയെല്ലാം ഇനി സ്കൂളിൽ ചെന്ന് എഴുതുക തന്നെ വേണം. പിന്നെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വേദന വന്നിട്ടേ കുറച്ചധികം വേദന ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ശരിക്കും തണുപ്പടിച്ചത് തന്നെയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും കിച്ചണിലെത്തി കേട്ടോ. അപ്പോൾ കുറച്ച് പാലധികം ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വെർമസലി നമ്മുടെ ഖീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെർമസലി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തതല്ല, ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് തട്ടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്കുവിന് ഈ നട്ട്സ് കടിക്കുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഈ കളറിൽ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നപ്പോൾ അതിലേക്ക് പാലൊഴിച്ചു. നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. ഒരുവിധം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പഞ്ചസാരയെ ചേർക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, മിഠായി മേറ്റോ എന്തെങ്കിലും, നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കളർ വന്ന് ചുമന്ന കളർ. ഇനി ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് കുറുക്കി പോവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം. ശരിക്കും ഇത് നോർത്ത് ഇന്ത്യൻ കീറാണ്, നമ്മുടെ വെർമസലി പായസം അല്ല കേട്ടോ, ഇവിടുത്തുകാരുടെ കീര്. നമ്മൾ പായസത്തിന് ഇത്രയും വെർമസലി ചേർക്കത്തില്ലല്ലോ, പിന്നെ കുറച്ചും കൂടെ ലൂസായിരിക്കും. ഇവിടെ കീരെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. അങ്കുവിന് ഇത് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ആദ്യം കുറച്ച് വിളക്കിന് മുന്നിൽ വെക്കുക, അത് പതിവാണല്ലോ മധുരം ഉണ്ടാക്കിയിട്ട്. ഞാൻ ഈ പായസത്തിനൊക്കെ പ്രത്യേകം പാത്രം വെച്ചിട്ടുണ്ട്, നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്ത പാത്രമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ അങ്ങനെയുള്ളതാണ് വെക്കുന്ന കേട്ടോ. നോക്കാം എന്താണ് ടേസ്റ്റ് നോക്കിയിട്ട് പറ. എന്തായാലും 1 മണിക്ക് വരും അങ്ങേര്. ചൂടോടെ കുറച്ച് അമ്മയ്ക്കും കൊടുക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റില്ലേ തണുപ്പത്. ഇതൊക്കെ ലഞ്ചും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഹലോ, പനീർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് പനീറിൻ്റെ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ചപ്പാത്തി, അതാകുമ്പോൾ ഒരു ഫുൾ കോഴ്സ് ലഞ്ച് പോലെ തന്നെ ആവുമല്ലോ. തണുപ്പത്ത് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഇരിപ്പുണ്ടേ കുറച്ച് കാര്യങ്ങൾ. നമ്മളൊന്നും ഇങ്ങനെ അല്ലല്ലോ വളർന്നത്, അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ തന്നെ ജനിച്ച് വളർന്നൊക്കെ ഈ ബുദ്ധിമുട്ട് വരത്തില്ല. പനീറിനായിട്ട് ഞാൻ കടായി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളിയും കൂടി ഇട്ടിട്ട് ബേസിക് മസാല സെറ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കസൂരിമെത്തി, ജീരകപ്പൊടി, മസാല, ഗരം മസാല ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഗ്രേവി ആക്കിയിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ പനീർ ക്യൂബ്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇനി ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും കൂടെ ആണെന്ന് പറഞ്ഞല്ലോ, പിന്നെ പെട്ടെന്ന് സംഭവം അങ്ങ് ആയി കിട്ടി. അങ്ങനെ അമ്മേനെ കൊണ്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഡിസ്പെൻസറിയിൽ ആ ഫിസിയോതെറാപ്പിസ്റ്റ് 1 മണി മുതൽ ഉണ്ട്, 1 മണി മുതൽ 3 മണി വരെ. ഞായറാഴ്ച ഒഴികെ ഇവിടെ വരാറുണ്ട് ഫിസിയോതെറാപ്പി. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ ചൂടില്ല അധികം. സൂക്ഷിച്ചാൽ മതി. നമ്മുടെ പുല്ലിലോട്ട് സ്പ്രിംഗ്ലർ വെച്ച് വെള്ളമേ സൈഡിലോട്ട് വീഴുന്നുണ്ടായിരുന്നു. നമ്മളൊരു മാരിയോ ഒക്കെ പണ്ടത്തെ ഗെയിം കളിക്കുന്ന പോലെ ചാടി ചാടി പോയാൽ മതി. അമ്മ അപ്പുറത്തൂടെ ഇറങ്ങുക, ഇതുവഴിയും കയറിവാ. അതൊരു ടൈമാണ്, ആ ടൈമിൽ നമ്മൾ ഇങ്ങ് ഓടി വന്നാൽ മതി. ഇതേ ആ മൂലയിലാണ് നമ്മുടെ ആരോഗ്യ നികേതൻ. ഇതിനിപ്പുറത്ത് താഴോട്ട് കാണുന്നതാണ് നമ്മുടെ വീട്. ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോകുന്നൊരു സമയമേ ഉള്ളൂ. നമ്മളങ്ങനെ എത്തിയിട്ടോ. എൻ്റെ തൊണ്ടയൊക്കെ ആകെ ഒരു കരകരപ്പാന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വല്ലാതെ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ടൗൺഷിപ്പിലുള്ള ആരോഗ്യ നികേതന, അല്ലാതെ 2 ക്ലിനിക്ക് അകത്ത് ആക്കിയിരിക്കുന്ന ഓഫീസിലും ഉണ്ട്. ഒരു ഊന്തിരിക്കുന്നു നോക്കി, ചാടും അദ്ദേഹത്ത്. പണ്ടത്തെ ഗോൾഡ് സ്പോട്ടായത്. ഗോൾഡ് സ്പോട്ടെന്ന് ഇരിക്കുന്ന കണ്ടില്ലേ, കണ്ട ഇപ്പം നിറം മാറുന്നു കേട്ടാ. അദ്ദേഹത്തൊന്നും ചാടത്തില്ലല്ലോ, പറയത്തില്ല. അങ്ങനെ നമ്മൾ മന്ദം അകത്തേക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നും കാണത്തില്ല കേട്ടോ, കാരണം ഇത് ടൗൺഷിപ്പിന് വേണ്ടിയുള്ളതാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തിരക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. ഇല്ല, സ്പെഷ്യൽ കൺസൾട്ടേഷൻ ഒക്കെ ഉള്ള ദിവസമേ ഉള്ളൂ തിരക്ക്. പുറത്തുനിന്നൊക്കെ ഡോക്ടേഴ്സ് വരുന്ന ദിവസം. അപ്പോൾ ഇവിടുന്നോ എങ്ങനെ വേണമെങ്കിലും കയറാം. നമുക്കിപ്പുറത്തൂടെ അകത്ത് കയറി. ഇതാണ് അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ. ഫിസിയോതെറാപ്പി സെക്ഷനിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. കുറേ ബെഡുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ലേസർ ചെയ്യാനോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഒരു മെഷീനും ഉണ്ട്. ഇതാണ് ഫിസിയോതെറാപ്പി സെക്ഷൻ. ആദ്യം അമ്മയെ കൊണ്ടൊന്ന് കാണിക്കാം. അപ്പം പുള്ളിക്കാരെ എന്താ വെച്ചാൽ പറയല്ലോ, എന്നിട്ടേ ചെയ്യത്തുള്ളൂ. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട്
നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. അങ്ങനെ അമ്മയ്ക്ക് അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് തണുപ്പിൻ്റെ ആണെന്നാണ് പറയുന്നത്. പിന്നെ വൈറ്റമിൻ B12 ഗുളികയും കൂടെ കഴിക്കാൻ പറഞ്ഞു. ദേ ഇതാണ് മെഷീൻ. ഇതിനകത്തുനിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാജറില്ലേ അതുപോലെ എന്തോ ഒരു സംഭവം ചെയ്യുന്ന അമ്മയ്ക്ക് നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു. ഇത് ചെയ്യുമ്പോൾ അവർ സ്പീഡ് നമ്മൾ പറയുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും തരും. അമ്മയ്ക്ക് എത്ര വേണമെന്ന് ചെക്ക് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തത്. ഇതുപോലെ എന്തൊക്കെയോ ബാൻഡൊക്കെ ചുറ്റി എന്തൊക്കെയോ വയറിങ്ങും കാര്യങ്ങളും പിന്നെ ബാക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് അതൊക്കെ അവർ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര മിനിറ്റ് അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഇത് ഒരാഴ്ച ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ B12 ടാബ്ലറ്റും കൂടെ കഴിക്കാൻ പറഞ്ഞു. അമ്മ ഒന്നാമത് ഡയബറ്റീസിൻ്റെ മെഡിസിനും കൂടെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും ഇത് ആർത്രൈറ്റിസ് പോലെ തണുപ്പിൻ്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മരങ്ങൾ നിൽക്കുന്നുണ്ടോ? ഈ മരങ്ങളുടെ ഇടയിലൂടെ രാത്രി നമ്മൾ നടക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. രാത്രിയിലല്ലേ ഉള്ളൂ, പകല് ഇതൊക്കെയാ അവസ്ഥ. അപ്പോൾ തിരിച്ച് വന്ന് ചപ്പാത്തി ചുടുകയാണ് ലഞ്ചിൻ്റെ ചൂടോടെ. അങ്കും സ്കൂളിൽ നിന്ന് വരുമല്ലോ. പെട്ടെന്ന് ഞാൻ ചപ്പാത്തിയുടെ മാവൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താൽ മതി, ചൂടോടെ ഇരിക്കുമല്ലോ. തണുപ്പത്ത് നമ്മൾ എപ്പോഴും കുറച്ച് ചൂടോടുകൂടി തന്നെ വേണം ഭക്ഷണം കഴിക്കാൻ. രാഖയുടെ എത്ര ഞാൻ കേൾക്കത്തില്ല. രാഖയ്ക്ക് തണുപ്പായാലും ചൂടായാലും നല്ല തണുത്ത ഭക്ഷണമാണ് ഇഷ്ടം. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് അമ്മയുടെ സ്പെഷ്യൽസ് ഒന്നും ഇല്ല കേട്ടോ. അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. യൂണിഫോമിന്റെ ആ ജാക്കറ്റ് അവൻ സ്കൂളിൽ കളഞ്ഞിട്ട് വന്നു. ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? എന്നാലും ജാക്കറ്റ് എങ്ങനെ മറന്നടാ? എങ്ങനെയാ ജാക്കറ്റ് മറന്നേ? Because after the exam, we don't even get enough time to take our bags. So how am I going to remember to pack down all of these things? My 17 erasers, my boxes. While the class is leaving, they're getting outside and I'm packing my bag, looking like this. അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മൾ തോറ്റുപോകും. ഞാൻ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞൊരു മൂവി, DQയുടെ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആശാൻ വന്ന് ജാക്കറ്റ് കളഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നത്. പാറുമൊക്കെ വന്നപ്പോൾ അമൃത്സറിൽ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൽ നമ്മൾ അമൃത്സറിലെത്തി റാഡിസണിൽ താമസിച്ച് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നവരെ കാണിച്ചുള്ളൂ. ബാക്കി കുറച്ച് രസകരമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിടാന്ന്. നേരത്തെ എൻ്റെ വ്ളോഗുകൾ കണ്ടവർക്ക് അറിയാം ഞാനത് ഇട്ടത്. അങ്ങനെ വ്യത്യാസം ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുക. സൃഷ്ടി രാവിലെ ഒരുങ്ങി വന്നിട്ട് തിരിച്ച് ഞങ്ങൾ 3 റൂമാണ് എടുത്തതെന്നൊക്കെ ഞാൻ ആ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോകാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ബഹളവും കോലാഹലവും. ഇവിടെ സൃഷ്ടിയുടെ കാര്യങ്ങൾ ഞുഞ്ഞുമോൻ എടുത്തെന്ന് പറഞ്ഞാൽ അവൾ കരച്ചിൽ തുടങ്ങി, അവളുടെ കരച്ചിലുണ്ട്, അവൻ കരച്ചിൽ തുടങ്ങി. മൊത്തത്തിൽ രസാ. ഇഷ്ടം പോലെ ഷോൾ എടുത്തല്ല പാറൂന് അങ്ങനെ ആകെ മൊത്തത്തിൽ വട്ടായിട്ടിരിക്കുക. അവള് പഞ്ചാബി സ്റ്റൈലിൽ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ ഇടാൻ വേണ്ടി അവള് കൊണ്ടുവന്ന ചുരിദാർ. നമ്മൾ ആദ്യം ഇപ്പോൾ പോകുന്നത് ജാലിയൻ വാലാബാഗിലാട്ടോ. അത് കഴിഞ്ഞിട്ടേ ഗോൾഡൻ ടെമ്പിളിൽ പോകുന്നുള്ളൂ. പിന്നെ വാഗാ ബോർഡിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ടൈം കിട്ടുമോ എന്ന് അറിയത്തില്ല. കാരണം മനുവിന് പെട്ടെന്ന് പോകുകയും വേണമല്ലോ. ഒരു ദിവസം നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സമയമുള്ളൂ. കുട്ടി ലിഫ്റ്റായിരുന്നു. അപ്പോൾ ഒരു സെറ്റ് ആൾക്കാർ ആദ്യം പോയി, ഞാനും മനുവും സൃഷ്ടിയും കൂടെ പിന്നെ രണ്ടാമത്തെ ലിഫ്റ്റിൽ ഇറങ്ങി. നമ്മൾ അവിടം വരെ പോകുന്നത് നമ്മുടെ കാറിലല്ല കേട്ടോ, ടാക്സി വിളിച്ചിട്ടാ. കാരണം അവിടെ നമ്മുടെ വണ്ടി കുറേ മുന്നേ ഇട്ടിട്ട് കുറേ നടന്നൊക്കെ പോകണം. അപ്പം നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി പെട്ടുപോകും. മാത്രമല്ല അങ്ങനെ തിരക്കാം. ഞാനും രാഖയും അമ്മയും ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 4ാമത്തെ 5ാമത്തെ വട്ടം ഈ അമൃത്സറിൽ വരുന്നത്. അമ്മേനെ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഗോൾഡൻ ടെമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ കുറച്ച് നാൾ പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ തിരക്കും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ടാക്സിയാണ് വിളിച്ചത്. അങ്ങനെ ടാക്സി വന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സിറ്റി നല്ലൊരു സിറ്റി കേട്ടോ. അമൃത്സർ നമ്മുടെ പഴയ സിറ്റിയിലൊന്നാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ. പോലീസുകാരൊക്കെ നിന്ന് നിയന്ത്രിക്കുക. ഒന്ന് കൈവിട്ടാൽ കിട്ടാൻ വലിയ പാടായിട്ട്. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല ശ്രദ്ധിക്കണം നമ്മൾ. വണ്ടി തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് കിട്ടുമെന്നും അറിയത്തില്ല ഈ തിരക്കിനിടയിൽ. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരാത്തത്.
അതുമാത്രമല്ല ഒരു പോയിന്റ് വരെ എല്ലാ വണ്ടികളെയും കടത്തി വിടത്തുള്ളൂ. പിന്നെ ചെറിയ ചെറിയ റിക്ഷ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ ആക്കിത്തരും. ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാണ്. ആദ്യം ഞങ്ങൾ ജാലിയൻ വാലാ ബാഗിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ വാഗാ ബോർഡർ 5 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് അടയ്ക്കും. അത് കുറച്ച് കാണാൻ പരേഡും നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ആണല്ലോ, അപ്പോൾ പരേഡും കാര്യങ്ങളും ഒക്കെ കാണാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങോട്ടുള്ള പോക്ക് ഇന്ന് പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രിക് റിക്ഷ ഒന്നും കിട്ടിയില്ല കേട്ടോ. നോർമൽ റിക്ഷയിലൊക്കെ കയറി നോക്കിയാൽ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. നമ്മൾ ഇതിൽ കയറി അവർ കൊണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ 2 റിക്ഷയിലായിട്ട് കയറി നമുക്ക് ചിരിക്കാനുള്ള കുറേ വകകളുണ്ടായിരുന്നു. രാഖിക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ വേറെ വഴിയില്ല. നമുക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് കയറി പറ്റും. രാഖിക്ക് ഭയങ്കര വിഷമോ ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ കയറി പോകാം, കാരണം അവർ ചവിട്ടുന്നതൊക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മൾ എങ്ങോട്ട് എവിടെ എന്തെന്ന് അറിയാതെ നമ്മൾ ആകെ തിരക്കി അങ്ങനെ ചുരുക്കാൻ പറഞ്ഞാൽ എന്തായാലും 2 റിക്ഷയിലൊക്കെ ആയിട്ട് അവർ ബാക്കി വരുന്നുണ്ട്. അതായത് രാഖയും മനുവും പാറും കുഞ്ഞും, ഞാനും അമ്മയും പിള്ളേരും കൂടെ വേറൊരു റിക്ഷയിലായിരുന്നു. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ 2 റിക്ഷക്കാരും 2 സ്ഥലത്താണ് നിർത്തിയത്. 2 അറ്റത്തായി പോയി. ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടാൻ ഓൾമോസ്റ്റ് 1 അവർ 45 മിനിറ്റ്സ് മിനിമം ഞങ്ങൾ എത്തിയിട്ടാണ് കണ്ടുപിടിച്ചത്. പിന്നെ ജാലിയൻ വാലാ ബാഗ് തിരക്കി നടക്കുമായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഞങ്ങളെ കൊണ്ടിറക്കി വിട്ട അതിൻ്റെ ഗേറ്റിലായിരുന്നു, അവരെ കൊണ്ടിറക്കി വിട്ടെടുത്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി സമയം നഷ്ടമായി. കുഞ്ഞുങ്ങളെയും കൊണ്ട്, അതായത് നമ്മുടെ ഞുഞ്ഞുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനെയൊക്കെ കൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു. പക്ഷെ ഭാഗ്യം കൊണ്ട് വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സൂര്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഗോൾഡൻ ടെമ്പിളിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ വന്ന് പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾമോസ്റ്റ് 4 വട്ടം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. എങ്കിലും അവരിവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ കാണാതെ പോകുന്നത് ശരിയല്ല. കാരണം ആര് വന്നാലും ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. ഈ പ്ലേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ കൂട്ടത്തോടെ വെടി വെച്ച് തുടങ്ങിയപ്പോൾ അവരൊരു കിണറിൽ ചാടി കൂട്ടത്തോടെ അവർ മരിച്ചു. അത്രയൊരു വിഷമം പിടിക്കുന്നൊരു സ്ഥലമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് നമുക്ക് ഇപ്പം തരുന്ന നമ്മൾ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെന്നുള്ളത്. അത് ഇവിടെയൊക്കെ വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വെറുതെ സോൾജേഴ്സിനെ ഇവരെയൊക്കെ പറയുമല്ലോ, പുകഴ്ത്തുമല്ലോ ഓരോ ഡേ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും സത്യസന്ധമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ കിണർ. ആ ബുള്ളറ്റിൻ്റെയൊക്കെ പാടൊക്കെ അവിടെ ഉണ്ട്. വെള്ളമൊന്നും കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വലിയൊരു കിണറായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇന്ത്യ ഇങ്ങനെ ആയെന്നുള്ളതല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് റൂളിന് ഒരു നല്ല വശം പോസിറ്റീവ്സും ഉണ്ടായിരുന്നു, എന്നാൽ അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. നമ്മളുടെ ഫ്രീഡം അത് നമുക്ക് തിരിച്ചു കിട്ടിയതിൽ ഇവരോടൊക്കെ താങ്ക് യു പറയുക. അപ്പോൾ അതെ, ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ വന്നതാണ്. അങ്കുനെയും കൊണ്ട് രാഖയകത്ത് കയറി സ്റ്റോറി പറഞ്ഞു കൊടുക്കാൻ പോയി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു TV-യിലൂടെ ഒക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അത് രാഖ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി. ഞാൻ പിന്നെ ഇവരെയൊക്കെ തിരക്കി നടക്കുമായിരുന്നു. ഓരോരുത്തരും ഓരോ വഴിയായി. അമ്മ അങ്ങ് ഫ്രണ്ടിൽ പോയങ്ങാണ്ടേ ഇരിക്കുക കേട്ടോ. അമ്മ ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ വന്നിട്ടുള്ള സ്ഥലമുണ്ട്, അമ്മ വീണ്ടും വന്നിട്ടില്ല. കണ്ടോ, ഇതുപോലൊക്കെ നമുക്ക് പിള്ളേരെ കാണിച്ചു കൊടുത്താൽ അവരും മനസ്സിലാക്കട്ടെ. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പണ്ട് പഠിച്ചാൽ ഇപ്പോൾ എനിക്കൊന്ന് ഹിസ്റ്ററി പോലും ഇതൊന്നും അധികം കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം. അമൃത്സർ കോൺഗ്രസ് കണ്ടോ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവനെ ഇങ്ങനെ വിട്ടാൽ മതി, അവൻ ഹാപ്പി ആയിട്ട് അങ്ങനെ നടന്നോളൂ. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ വന്നില്ലെന്ന് പറഞ്ഞില്ല. അമ്മ ഫ്രണ്ടിൽ ഗേറ്റിലിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയിട്ട് അമ്മയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം. എല്ലാവരും വിശന്ന് കിളി പോയിട്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് അമ്മയും കൂട്ടിയിട്ട് ഇലക്ട്രിക് റിക്ഷയാണ് പിടിച്ചേട്ടോ. ഒരെണ്ണെ പിടിച്ചോളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 എണ്ണം പിടിച്ച് അബദ്ധം പറ്റിയല്ലോ, അതുകൊണ്ട് ഒരെണ്ണെ പിടിച്ചോളൂ. പിന്നെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് നമ്മുടെ പാറുവിൻ്റെ ഐഫോൺ താഴെ വീണ് പൊട്ടി. ആ വിഷമത്തിലായിപ്പോയി അവള്. അപ്പോൾ അതേ അതിൻ്റെ ഗ്ലാസ് എല്ലാം ഇങ്ങനെ ചിഹ്നം പിന്നായിട്ട് ഇരിക്കുക. അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് ആ സ്ക്രീനാണ് പൊട്ടിയത്. അപ്പോൾ സ്ക്രീൻ അനങ്ങാതെ സ്റ്റക്കായി പോയി. വിഷമത്തിൽ ഞങ്ങൾ എന്തായാലും പിന്നെ കഴിക്കാനൊക്കെ കയറി. അവള് ശരിക്കും വിഷമിച്ചു പോയിട്ടോ. ഇനിയും വെള്ളം കുടിക്കുന്നുണ്ടോ, എല്ലാവരും ദാഹിച്ചും വലഞ്ഞും പോയി. അപ്പം എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പഞ്ചാബി നോൺ വെജ് വേണമെന്ന് പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കാനാണ് വന്നത് കേട്ടോ. ചിക്കൻ്റെയും മട്ടൻ്റെയും എന്തൊക്കെയോ സംഭവങ്ങളും, പിന്നെ അമൃത്സറി കുൽസയും കഴിച്ചോ ഒന്നും ആരും അറിഞ്ഞില്ല. എല്ലാവരും വേറൊരു മൂഡിലായിരുന്നു. കാരണം പാറു ഐഫോൺ പൊട്ടിയതിൽ നമ്മളിങ്ങനെ കറങ്ങി വന്നതിലും തിരിച്ച് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ പോകണം, ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉടനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ പോകുന്നില്ലെന്ന് തന്നെ വിചാരിച്ചായിരുന്നു. റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ രാത്രി വരാമെന്ന് വിചാരിച്ചു. കാരണം രാത്രിയിലാണ് ശരിക്കും ഗോൾഡൻ ടെമ്പിൾ കാണേണ്ടത്. അപ്പോൾ അത് ചിക്കൻ്റെ മട്ടൻ്റെ എന്തോ, പിന്നെ പിള്ളേർക്ക് പാസ്ത വേണമെന്ന് പറഞ്ഞു. ഞുഞ്ഞുമോനും അത് ഇഷ്ടമാണ്. എന്തൊക്കെയോ ഓർഡർ ചെയ്തു കേട്ടോ. ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിൽ പോവുകയാണ്. ഇനി റെസ്റ്റ് എടുക്കും. രാത്രി തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റുന്ന കറക്റ്റ് സമയം കേട്ടോ. അപ്പോൾ ഹോട്ടലിലെത്തി ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇറങ്ങുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.